A very warm wishes to all. So today we are going to deal with Module 5 Insurance Claim Illustration 17. Here is a question. From the following information you are required to work out claim under loss of profit insurance policy. Here we are going to find out loss of profit insurance policy. So there are 11 statements given which are required for our calculations. First of all, there are 7 steps for finding out the loss of profit insurance policy, claim under loss of profit insurance policy. First step is to find out the indemnity period. അതായത് നമ്മൾ ഇൻഡെമിനിറ്റി പീരീഡ് എത്രയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പീരീഡ് സ്പെസിഫൈഡ് ഇൻ ദ പോളിസി ഓർ ആക്ച്വൽ പീരീഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ വിച്ച് എവർ ഈസ് ലോവർ. അപ്പം ഒന്നെങ്കിൽ പോളിസി പീരീഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എത്രയാണോ അത്, അല്ലെങ്കിൽ ആക്ച്വൽ പീരീഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത്, ഇതിലേതാണോ കുറവ് പീരീഡ് അതായിരിക്കും നമ്മൾ ഇൻഡെമിനിറ്റി പീരീഡായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇൻഡെമിനിറ്റി പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട് 6 months. സോ നമുക്ക് വേറൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. ആക്സിഡൻറ്റ് ഉണ്ടായത് 28th December പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുന്നത് 31st December പറയുന്നുണ്ട്. സോ here we are taking 6 months as our indemnity period. Next is calculation of gross profit ratio. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇൻഡെമിനിറ്റി പീരീഡ് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഫോർ ദാറ്റ് പേർപ്പസ് ദ ഇക്വേഷൻ ഈസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് insured standing charges divided by sales for the financial year preceding the financial year. Net profit plus insured standing charges. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടില്ലേ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ സ്റ്റാൻഡിങ് ചാർജസ് ഇൻ ദ പ്രയർ അക്കൗണ്ടിങ് ഇയർ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 4 നമുക്ക് തന്നിട്ടുണ്ട് 1,50,000. അവിടെ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അതായത് ഇൻഷുർഡും അൺഇൻഷുർഡും കൂടെ കൂട്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള സ്റ്റാൻഡിങ് ചാർജസും കൂടെ കൂട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ 1,50,000 ഇൻക്ലൂഡ്സ് ഇൻഷുർഡ് ആൻഡ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഇതിൽ നിന്ന് കുറച്ച് കാണിക്കണം. അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് ചാർജസ് അൺഇൻഷുർഡ് ₹25,000 സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 5. സോ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നതിനകത്തുനിന്ന് നമുക്ക് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് കുറച്ച് കാണിക്കണം. 1,50,000 മൈനസ് 25,000. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യനകത്ത് ഓൾ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഓൾ സ്റ്റാൻഡിങ് ചാർജസ് ആണ് തന്നിരിക്കുന്നത്. സോ ആ ഓളിനകത്തുനിന്ന് അൺഇൻഷുർഡ് നമുക്ക് കുറച്ച് കാണിക്കണം. അൺഇൻഷുർഡ് എന്ന് പറയുന്നത് 25,000 ആണ്. സോ നെറ്റ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് 25,000 ദെൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ പ്രിസീഡിങ് ദ ഫൈനാൻഷ്യൽ ഇയർ. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് പിറകോട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൻ്റെ നടന്നിട്ടുള്ള സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ് അത് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 6 സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 6ലാണ് നമുക്ക് ആ ഒരു എമൗണ്ട് തന്നിരിക്കുന്നത്. ടേൺ ഓവർ ഓഫ് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ വാസ് ₹5 lakh. സോ നമുക്ക് ആ എമൗണ്ടും കിട്ടി. സോ വി ഹാവ് ഗോട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 1,50,000 മൈനസ് 25,000 ഡിവൈഡഡ് ബൈ 5 lakh into 100. We will get 25% as our gross profit ratio. Next, the third step is to calculate short sales. നമുക്ക് ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കണം. സോ ഇനി എന്താണ് ഷോർട്ട് സെയിൽസ് എന്ന് പറയാം.
ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ആൻഡ് ആക്ച്വൽ ടേൺ ഓവർ ഓഫ് ഇൻഡെമിനിറ്റി പീരീഡ്. സ്റ്റാൻഡേർഡ് ടേൺ ഓവറും ആക്ച്വൽ ടേൺ ഓവറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഷോർട്ട് സെയിൽസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് നോക്കാം. It is the turnover in the 12 months immediately preceding the date of fire which corresponds to the indemnity period. അതായത് നമുക്ക് ഫയർ അക്വയർ ചെയ്ത, അതായത് ഇൻഡെമിനേറ്റഡ് പീരീഡ് എത്രയാണോ, ഫോർ എക്സാമ്പിൾ ഫെബ്രുവരിയിൽ ഫയർ അക്വയർ ചെയ്തു, നമ്മുടെ ഇൻഡെമിനിറ്റി പീരീഡ് 3 months ആണെന്നുണ്ടെങ്കിൽ ആ 3 months ഈ വർഷത്തെ ആ 3 monthsന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിറകിലുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ആ 3 monthsൽ സെയിൽസ് എത്ര ഉണ്ടായിരുന്നു, അതാണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ ആനുവൽ ടേൺ ഓവർ അല്ലെങ്കിൽ ആക്ച്വൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒക്വയർ ചെയ്ത ആ 3 monthsലെ സെയിൽസ്. സോ നമുക്ക് ക്വസ്റ്റ്യനകത്ത് സ്റ്റാൻഡേർഡ് ടേൺ ഓവറും ആക്ച്വൽ ടേൺ ഓവറും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 9 2,60,000 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ ടേൺ ഓവറും നമുക്ക് തന്നിട്ടുണ്ട്. ദ ടേൺ ഓവർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഡെമിനിറ്റി വാസ് ₹1 lakh. അപ്പം we have got our short sales, that is 2,60,000 less actual turnover 1 lakh. We will get short sales as 1,60,000. Then ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പം ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരുന്നു? ഇൻഡെമിനിറ്റി പീരീഡ് കണ്ടുപിടിക്കുക, 2 ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക, 3 ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽസ്. ഷോർട്ട് സെയിൽസിൻ്റെ എമൗണ്ട് കൊണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. സോ ഷോർട്ട് സെയിൽസിൻ്റെ എമൗണ്ട് ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണോ അതായിരിക്കും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽസ്. സോ ഹിയർ 1,60,000 ഇൻറ്റു നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 25%. സോ 40,000 വിൽ ബി അവർ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽസ്. നമ്മുടെ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് അലവബിൾ എക്സ്പെൻസസ്. ഹിയർ ദ ലീസ്റ്റ് എമംഗ് ദ ഫോളോയിങ് വിൽ ബി കൺസിഡേർഡ്. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിലെ എമൗണ്ടിനാണോ ലീസ്റ്റ് എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ അലവബിൾ എക്സ്പെൻസസ് ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കാം. അഡീഷണൽ എക്സ്പെൻസസ് ഓർ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ്. ഇനി ഇതിനകത്ത് എന്താണ് അഡീഷണൽ എക്സ്പെൻസ് അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് എന്ന് നോക്കാം. Expenses incurred during the indemnity period as a result of damage in order to avoid reduction in turnover or output. അതിനെയാണ് നമ്മൾ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗോഡൗണിന് തീ പിടിച്ചു. ആ തീപിടുത്തത്തിൽ ആ ഗോഡൗണിലുണ്ടായിരുന്ന ബാലൻസ് റിമൈനിങ് ആയിട്ട് വന്ന നശിച്ചു പോകാതിരുന്ന ഗുഡ്സിനെ നമ്മൾ വേറൊരു ടെമ്പററി ആയിട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റുന്നു. സോ ആ ഒരു എക്സ്പെൻസ്, ടെമ്പററി സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ആയിരിക്കില്ല, നമ്മൾ റെൻറ്റിന് എടുക്കുന്നതായിരിക്കും. സോ അവിടെ നമ്മളുടെ സെയിൽസ് കുറയാതിരിക്കാൻ വേണ്ടി, നമുക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു പീരീഡിലേക്ക് നമ്മൾ ആ ഒരു ഗോഡൗൺ റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ ഗുഡ്സ് അവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നു. സോ അവിടെ നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസും ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ സെയിലും നടക്കുന്നുണ്ട്. സോ അതിനെയാണ് ഇവിടെ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇൻഡെമിനിറ്റി പീരീഡ്. ഇൻഡെമിനിറ്റി പീരീഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ് ആസ് എ റിസൾട്ട് ഓഫ് ഡാമേജ് ഉണ്ടായപ്പോൾ ഉണ്ടായ എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് റിഡക്ഷൻ ഇൻ ടേൺ ഓവർ ഓർ ഔട്ട്പുട്ട്. നമ്മുടെ സെയിൽസിൽ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത എക്സ്പെൻസ്, അതിനെയാണ് അലൗവബിൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 10, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഡെമിനിറ്റി വാസ് 20,000 നമുക്കത് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ജനറേറ്റഡ് ബൈ അഡീഷണൽ എക്സ്പെൻസ്.
അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ജനറേറ്റഡ് ബൈ അഡീഷണൽ എക്സ്പെൻസ്. ഇവിടെ സെയിൽസ് എന്നൊരു ടേം നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ 11th ക്വസ്റ്റ്യൻ നോക്കാം. ടേൺ ഓവർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഡെംനിറ്റി വാസ് ₹1 lakh ആൻഡ് ഔട്ട് ഓഫ് ദിസ് ടേൺ ഓവർ എന്ന് പറയുന്നത് സെയിൽസ് ആണല്ലേ. സോ ആൻഡ് ഔട്ട് ഓഫ് ദിസ് ടേൺ ഓവർ ₹80,000 വാസ് മെയിൻറ്റെയിൻ ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ജനറേറ്റഡ് ഫോർ അലൗവബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 80,000 ആണ് ഇവിടെ. സോ 80,000 ഇൻറ്റു നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 25% ആണ്. 80,000 ഇൻറ്റു 25/100 യു വിൽ ഗെറ്റ് 20,000 ആസ് യുവർ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ജനറേറ്റഡ് ബൈ അഡീഷണൽ എക്സ്പെൻസസ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ്. അവിടെ 2 ഇക്വേഷനുണ്ട്. ബട്ട് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഫസ്റ്റ് ഇക്വേഷൻ. Additional expenses into gross profit on adjusted annual turnover divided by gross profit on adjusted annual turnover plus uninsured standing charges. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതെന്ന് പറയുന്നത് നമുക്കിവിടെ ആനുവൽ ടേൺ ഓവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. ദാറ്റ് ഈസ് the annual turnover, 7th statement ആണ്. The annual turnover, namely the turnover for 12 months immediately preceding the fire. ഫയർ ഉണ്ടാകുന്നതിന് തൊട്ട് പിറകിലുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ ടേൺ ഓവർ, അതാണ് നമ്മളിവിടെ കാണുന്ന അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 5,20,000. സോ ഇനി ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ കണ്ടുപിടിക്കാമല്ലോ. 5,20,000 ഇൻറ്റു gross profit ratio 25%, 25/100 that is equal to 1,30,000. നമ്മുടെ അഡീഷണൽ എക്സ്പെൻസസ് എത്രയാണ്? അഡീഷണൽ എക്സ്പെൻസസ് ഓർ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് 20,000 ആണ്. ഇൻറ്റു 1,30,000 ഡിവൈഡഡ് ബൈ 1,30,000 പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നമ്മൾ ആദ്യം 25,000 കുറച്ച് കാണിച്ചില്ലായിരുന്നു, ആ 25,000 ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നത്. സോ വി വിൽ ഗെറ്റ് our amount as 16,774. ഇനി നോക്കുമ്പോൾ ഇതിലേതാണോ കുറവ് എമൗണ്ട് അതായിരിക്കും നമ്മൾ അലവബിൾ എക്സ്പെൻസസ് ആയിട്ട് എടുക്കുന്നത്. സോ ഇതിൽ കുറവ് എമൗണ്ട് എന്ന് പറയുന്നത് 16,774 ആണ്. ബാക്കിയെല്ലാം അതിന് മേലെയുള്ള എമൗണ്ടുകളാണ്, 2 എണ്ണവും. ദാറ്റ് ഈസ് 20,000. സോ വി ആർ ഗോയിങ് ടു ടേക്ക് അവർ അലവബിൾ എക്സ്പെൻസസ് 16,774. ഇനി 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ക്ലെയിം. അതിനകത്ത് ഫസ്റ്റ് പോയിൻറ്റ് ലോസ് ഓഫ് പ്രോഫിറ്റ്. ലോസ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മുടെ സ്റ്റെപ്പ് 4 തന്നെയാണ് നമ്മുടെ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതായത് ഷോർട്ട് സെയിൽസ് ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അതാണ് നമ്മുടെ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 40,000 ആഡ്. അതിൻ്റെ കൂടെ അഡീഷണൽ എക്സ്പെൻസസ് അലൗഡ് അല്ലെങ്കിൽ അലവബിൾ എക്സ്പെൻസസ് നമ്മുടെ സ്റ്റെപ്പ് 5 അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക, 16,774. ദെൻ സേവിങ്സ് ഇൻ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കുക. നോക്കാം നമുക്ക് സേവിങ്സ് ഇൻ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ടോയെന്ന്. ഇൻ അവർ ക്വസ്റ്റ്യൻ ദർ ഈസ് എ സേവിങ്സ് ഇൻ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. അതായത് 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആസ് എ കോൺസിക്വൻസസ് ഓഫ് ഫയർ there was a reduction in certain insured standing charges at the rate of ₹25,000 per annum. A reduction in certain insured standing charges. That means savings in insured standing charges. 25,000 per annum ആണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മുടെ ഇൻഡെംനിറ്റി പീരീഡ് 6 monthsേ ഉള്ളൂ. സോ വി ഹാവ് ടു ടേക്ക് ദ ഹാഫ്, അതായത് 6/12 ആണ് നമ്മളവിടെ എടുക്കേണ്ടത്. സോ 25,000 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ 25,000 ഡിവൈഡഡ് ബൈ 2 എന്ന് കിടക്കുന്നത്. 6/12 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1/2. ആ 2 ആണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ്. സോ 25,000 ഇൻറ്റു 6/12 വി വിൽ ഗെറ്റ് 12,500 ആൻഡ് യു ഹാവ് ടു reduce
that amount from the above. So you will get the balance amount that is known as the net claim. That will be 44,274. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ആവറേജ് ക്ലോസ് ടു ഫൈൻഡ് ഔട്ട് ദ അഡ്മിസിബിൾ ക്ലെയിം. അഡ്മിസിബിൾ ക്ലെയിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അഡ്മിസിബിൾ ക്ലെയിമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്ലെയിം ഇൻറ്റു പോളിസി വാല്യൂ ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ ഇൻ ദ പ്രിസീഡിങ് 12 months. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നെറ്റ് ക്ലെയിം നമ്മൾ കണ്ടുപിടിച്ചു 44,274 ഇൻറ്റു നമ്മുടെ പോളിസി വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് 1 lakh rupees, 1 lakh ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. 5,20,000 25%, ദാറ്റ് ഈസ് 1,30,000. യു വിൽ ഗെറ്റ് 34,057 ആസ് യുവർ അഡ്മിസിബിൾ ക്ലെയിം എമൗണ്ട്. സോ ഇതാണ് ലോസ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻഷുറൻസ് പോളിസി, ക്ലെയിം ഓൺ ലോസ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഇൻഷുറൻസ് പോളിസി ചെയ്യേണ്ട സ്റ്റെപ്പുകൾ. സോ ഒന്നുകൂടെ ഐ വിൽ കൺക്ലൂഡ് ഇറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻഡെംനിറ്റി പീരിയഡ്. സെക്കൻഡ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. തേർഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ഷോർട്ട് സെയിൽസ്. ഫോർത്ത് സ്റ്റെപ്പ് calculate gross profit on short sales. Then fifth step, calculate allowable expenses. Sixth step, you have to find out the net claim. And the last and final step, apply average clause to find out the admissible claim. So thank you.